ഇപ്പോഴോ? അയ്യോ, എന്തുവാ? ഇറങ്ങോ? അയ്യോ, ആണോ? ആ ശരി ശരി. ആ മോനെ, ആ ശ്യാമും പെണ്ണും ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന്. ഇതായിരുന്നു ഞാൻ ചാർക്കണോ പറ്റിയെന്ന്. അയ്യോ, അവരെല്ലാം അടിച്ചോണ്ട് പോകും മക്കളെ. കൈറാശം വന്നപ്പോഴും ഇതുപോലായിരുന്നു. സ്പ്രേ എടുത്ത് അമ്മയുടെ ലിപ്സ്റ്റിക് എടുത്ത് സ്ലൈഡ് എടുത്ത് മോൻ്റെ ഉടുപ്പൊക്കെ നോക്കുന്ന ഞാൻ കണ്ടതാ, ജേഴ്സിയൊക്കെ. അന്നേരം എന്നോട് ചോദിക്കുകയും ചെയ്തു ഒരെണ്ണം തരാതെ. പിന്നെ കണ്ടില്ലെന്ന് നീ തന്നെയല്ലയോ എന്നോട് പറഞ്ഞു ചാടിയത്. എൻ്റെ ജേഴ്സി എന്ത് ചോദിച്ചോണ്ട് ആ ചെറുക്കൻ എടുത്തോണ്ട് പോയതാ. എളുപ്പമാട്ടെ ബാ. അമ്മയുടെ കുടുംബത്തിൽ മൊത്തം ഇങ്ങനെ വള്ളി ബന്ധുക്കളെ ഉള്ളോ? എന്റെ കുടുംബത്തെയാണോ? നിന്റെ കൂട്ടുകാരനല്ലയോടാ? പിന്നെ അമ്മയുടെ കുഞ്ഞമ്മയുടെ വകയുള്ള ബന്ധു അല്ലയോ അത്? കറക്റ്റ് കുഞ്ഞമ്മയുടെ സ്വഭാവം. വന്ന ചെടിച്ചട്ടി നൈറ്റ് കഴിച്ചോണ്ട് പോകും. ആ ബന്ധുക്കളല്ല അങ്ങനെ. അവര് വരുമ്പോ നിനക്ക് ഭയങ്കര സ്നേഹമായി. ശ്യാമേ മോനെ വാ ഇരിയടാ, എന്തോ ഉണ്ടടാ മോനെ എന്നൊക്കെ ചോദിക്കാം. പോയി കഴിയുമ്പോൾ നീ എന്നോട് ചോദിക്കുമല്ലോ അതെന്തിയോ ഇതെന്തിയോ എന്നല്ല. അവനെ അടിച്ചോണ്ട് പോകുന്നത്. എടുത്തു വെക്ക്, വേണമെന്നോ എല്ലാം എടുത്തു വെക്ക് പെട്ടെന്ന്. ഇങ്ങനെ പറഞ്ഞു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്താ അവര് വരുമ്പോ നമ്മള് സ്നേഹത്തോടെ പെരുമാറണം. അത് അങ്ങനെ. കൊളാ വീട്ടിൽ 5 നൈറ്റ് 8 സാരി ഉണ്ട് അമ്മയാണ് എടുത്ത് വെച്ചോ. ആ പെണ്ണ് അടിച്ചോണ്ട് പോവാ. ആ സാരി മോനെ കണ്ട ഫ്രണ്ടിൽ കിടക്കുവാ. എന്റെ പൊന്നു മോനെ, ഇതാണ്ട് അമ്മയുടെ പുതിയ സാരിയാ. കൊളാവ് കിട്ടിയതാണ്ട് പേപ്പർ പോലും അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതെല്ലാം എടുത്ത് അമ്മ കൊണ്ട് വെക്കട്ടെ. അവള് ബാഗിനകത്ത് ഇതെല്ലാം എടുത്ത് ചെറുക്കം വന്നാലാണ് എടുക്കണം. അത് മതി അങ്ങ് എടുത്ത് മൊത്തം അടിച്ച് അതങ്ങനെ ഇങ്ങനെ ചെറുക്കാൻ സ്പ്രേ അടിക്കുന്നത്. ഇങ്ങനെ ഒരു ഇച്ചിരിയൊക്കെ നമ്മൾ അടിക്കുന്നത്. ഈ വാച്ചൊക്കെ എടുത്ത് വെക്കും മോനെ. എടുക്ക നീ എളുപ്പം അമ്മയും കൊണ്ട് എടുക്കാം എളുപ്പം. ഒരു കാര്യം ചെയ്യാം. ഇതാന്നറിയാം. ഇതുപോലെ അമ്മയുടെ മുറി വെച്ചു കൂട്ടാ. ഈ മുറി അങ്ങ് കൂട്ടാൻ കേട്ടോ. ഈ മുറി അങ്ങ് കൂട്ടാതെ നീ എന്തൊക്കെ എടുക്കാനുള്ളേ? അമ്മയുടെ മുറിയിലാകുമ്പോഴേ എന്തോ പറയാന് നമ്മ ടാബൊക്കെ ഇരിക്കുന്നമ്മേ. ഈ ഊള ടാബ് കണ്ട വിടത്തില്ല, കുത്തിക്കൊണ്ടിരിക്കും ടാബേല. വേണേ അതിനകത്ത് ഗെയിം കളിക്കും. എന്റെ മുറി അങ്ങ് കൂട്ടിയ ഷർട്ടൊക്കെ എടുക്കും പെട്ടെന്ന്. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? അവർക്ക് അവരുടെ വീട്ടിൽ ഇന്നാ പോരായോ? കുറെ ജേഴ്സി കൊണ്ട് കുറെ നല്ല ഷർട്ട് മാത്രം എടുത്താൽ മതി. ആ പന്നലൊക്കെ അവിടെ ഇട്ടേരെ. ഈ കളർ കണ്ടു. ഇതൊക്കെ ഈ ഷർട്ട് നമ്മുടെ കൂട്ടുകാരെന്ന ഷർട്ടാ. വേണ്ട പുതിയത് ചേച്ചി തന്ന ടീഷർട്ടാ. ഇങ്ങടുത്ത് വെച്ചേക്കുവാ. കാണത്തില്ല. ഇനി എന്തോ ഉണ്ട് മോനെ? സ്പീക്കറും തൊപ്പി. കൈറാശം ശ്രീകുട്ടന്റെ തൊപ്പി എന്ത് വെള്ളപ്പിയും പോയി, ഒരു സ്പീക്കറും പോയി. ഓണത്തിന് വരുകയും ചെയ്യും. മഹാബലിയുടെ വയറ് കണക്ക് സാധനം അഴിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്തോ പറയാനാന്ന് പറ. നിനക്കൊക്കെ ഇത് ആവശ്യമാ. എല്ലാം എടുത്തൊരു മേശപ്പുറം ഉണ്ട് നിരത്തി അങ്ങ് വെച്ചേക്കോ. പിന്നെ അങ്ങനെ വരുന്നവരെല്ലാം എടുത്തോണ്ട് പോകാത്തത്? അലമാരി ഉണ്ടെ വെച്ച് പൂട്ടണം. അത് നിനക്കൊക്കെ അറിയത്തില്ല. അടുക്കള വല്ലതും ഉണ്ടോ? അവിടോട്ടൊന്നും വരത്തില്ല. അടുക്കളയൊന്നും വരത്തില്ല. അവിടെ ഒന്നുമില്ല. ചോറ് പോലും വെച്ചില്ല. പോയി പണി വല്ലതും നോക്ക്. എപ്പം വന്നാലും ചോറ് കൊടുക്കണം, ചെറുക്കന് കറി കൊടുക്കണം, പിന്നെ പലഹാരം കൊടുക്കണം. നീ എന്തോണ്ടേ സിൽവറിന്റെ കുറെ മാലയാ എടുത്ത് വൈ. എനിക്ക് വയ്യ, കുഴഞ്ഞു. ഞാൻ കണ്ട ഒരു ബോക്സ് വാഴ ഇരിക്കുന്നു. ശരി, എൻ്റെ കരുത്താരൊന്നും കയറത്തില്ല കിട്ടോ. പോണ്ട ബോക്സ് ഇരിക്കുന്നു. എന്തോ ചെയ്യാനാ ദൈവമേ. ഈ സാധനം എല്ലാം കൂടെ എവിടെ ഞാൻ ഒളിപ്പിച്ച് വെക്കും? ഒന്നാമത് കടം മേടിച്ച് വെച്ചേക്കുന്ന ആ പാവം. എന്തോ ഈ മോനെ ഷട്ടർ ഇടടാ. പൗഡർ നമ്മളിറങ്ങണ്ടായോ? എങ്ങോട്ട് ഐസ്ക്രീം ഡേറ്റ് കഴിഞ്ഞെന്ന് പറയാം. ഐസ്ക്രീം അല്ല മൊത്തം എടുത്തോണ്ട് ചെറുക്കന് പ്ലാസ്റ്റിക് എടുത്തിട്ട് മൂട്. എളുപ്പമാട്ടെ. അങ്ങനെയല്ല മോനെ. ഐസ്ക്രീം പൂത്ത് പോയാന്ന് പറയാം. പൂത്തെന്ന് പറഞ്ഞാലും ആ ചെറുക്കൻ തിന്നുന്നതാ. ചേടാ എന്തോ ചെയ്യാൻ. അമ്മയുടെ ബന്ധു അല്ലയോ? അമ്മയുടെ ബന്ധു നിന്റെ കൂട്ടുകാരനല്ലയോ? നിങ്ങളുടെ ബന്ധു ആയതിനു ശേഷം എന്റെ കൂട്ടുകാരൻ. പെണ്ണും കണക്കാ. ആ പെണ്ണിനെ കണ്ടാ വിചാരിക്കും ഇത്രേ ഉള്ളൂ, ഒന്നും തിന്നത്തില്ലെന്ന്. എത്ര ഐസ്ക്രീമാ എടുത്ത് തിന്നുന്നത്? കട വിറ്റെന്ന് പറയാമേ. ഒരു കാര്യം ചായക്കത്ത് പിള്ളൊഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട മോനെ, തന്നെ അങ്ങ് പൊക്കോളൂ. ഒന്നും ഇല്ലെന്ന് കാണുമ്പോ ലേസ് എന്തായാലും അച്ഛനടുത്ത് ചാക്കിനകത്താക്കി. അയ്യോ ഭാഗ്യമായി. മറ്റേ പഴംതുണിയാന്ന് പറയാം, മറ്റേ കൊടുക്കാനുള്ള പഴംതുണിയാന്ന് പറയാം. ഇപ്പൊ ഇവിടെ എല്ലാം ഓക്കെ ആയി. ഇനിയും പഴം ഏത്തക്കാണ്. അത് സാരമില്ല, അത് തിന്നോട്ടെ. അത് സാരമില്ല മോനെ. ഏത്തക്കയും തിന്നോൻ ആ ടൈപ്പ്. തേങ്ങായോ? തേങ്ങയ്ക്ക് ഭയങ്കര വിലയാ. തേങ്ങ കടിച്ചോണ്ടോ എന്തൊരു പറയാനാണ്. അതെങ്ങനെയാ മോനെ? ഇന്നാള് വന്നപ്പോഴും എന്നോട് ചോദിക്കുന്നു 2 തേങ്ങ തരാനെന്ന്. അയ്യോ എന്റെ പൊന്നെ മോനെ, ഓരോരുത്തർ വന്നാ. അയ്യോ വരുന്നടാ അങ്ങോട്ട് വരുന്നടാ.
ഉണ്ണിക്കുട്ടൻ കൊണ്ട് വരുന്നു. ഉണ്ണിയേ, അമ്മേ ഇതുണ്ട്. നേരത്തെ എന്തുകൊണ്ട് മോനെ? ഒത്തിരി നാളായല്ലോ വന്നിട്ട്. പൊടിമോളെ ആ മോനെ, എന്റെ മോന്റെ കാര്യം അമ്മ പറഞ്ഞതേ ഉള്ളൂ. ഞാനും അമ്മയുടെ കാര്യം പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അല്ലല്ല, ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇഷ്ടപ്പെട്ടങ്ങ് എടുത്തതാ. ഒത്തിരി നാളായല്ലോ മോൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എന്താ പൊടിമോളെ ഇങ്ങോട്ടൊക്കെ വരാത്തെ? 100 കൂട്ടം തിരക്ക് കാരണം വരാൻ പറ്റാഞ്ഞത്. നമ്മുടെ കൈക്കൊന്ന് പിടി. എന്താണ് പിന്നെ നമ്മളിപ്പോ എല്ലാവരുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാണ്. മേടിച്ചോന്നൊക്കെ ഇരിക്കും മോളെ. ഇതെന്തുണ്ട്, നീ വണ്ണം വെച്ചില്ലേ? അത് നിങ്ങളിപ്പോ വരുമല്ലോ, ഒന്നുകൂടെ ക്ഷീണിക്കും. ഇല്ല, ഞാൻ ക്ഷീണിച്ചിരിക്കും. ആണോ? എന്തെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ ചോറ് വെള്ളം എടുക്കാൻ മോനെ. അമ്മ ഇച്ചിരി നാരങ്ങളും തരുമോ? ആ, അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യാ മോളെ? ആ, എല്ലാരും സുഖമായിട്ടിരിക്കും. ശരി മോളെ, അമ്മ വെള്ളം എടുത്തോണ്ട് വരാം. ശരി, ഇവിടെ തന്നെ ഇരിക്കാം. അവരെ കൂടെ പോകുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം. നീ ആദ്യമേ റൂമിൽ പോയി കയറി, എന്നാൽ ഞാനും വരാം. അമ്മ ഇവിടെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഇവിടുന്ന്. ബോർഡ് ഉണ്ടായിരുന്നു, അതില്ലല്ലോ ഇവിടെ. ഞാൻ അമ്മയുടെ സാരി ഒക്കെ നോക്കട്ടെ, അമ്മയ്ക്ക് നൈറ്റി ഒക്കെ കൊടുക്കാം. ഇവിടെ എന്തൊക്കെയോ ഒരു മാറ്റമല്ലോ. ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഷർട്ടുകളൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു. ഈ ചെറിയ കൊളാബ് കിട്ടിയ സാധനങ്ങളൊക്കെ എവിടെ എടുത്തോണ്ട് വെച്ചെന്ന്. അമ്മയുടെ കുറെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറ്റിയോ? അതിനെല്ലാം താക്കോലല്ലോ ഉണ്ടോ? കുറെ വളകളൊക്കെ ഉണ്ടായിരുന്നു. സാരി ഒന്നും കാണുന്നില്ലല്ലോ. സ്പ്രേ ഒക്കെ കിട്ടി. സ്പ്രേ എങ്കിൽ സ്പ്രേ. സാരിയൊക്കെ എന്നാലും എവിടെ പോയി? കുറെ നൈറ്റി ഒക്കെ കിട്ടിയായിരുന്നടാ. ഇവിടെ സ്പ്രേ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇവിടെ വെച്ചിരുന്ന ഒന്നും കാണുന്നില്ലടാ. നൈറ്റി ഒക്കെ എവിടെ വെച്ചോ? ഒരു സ്പീക്കർ കിട്ടി, ഇത് വർക്കാവില്ലെന്ന് പറഞ്ഞൂടാ. എടുത്തോ എന്തായാലും. എവിടെ കയറ്റി വെക്കാം? ഇവിടെ എനിക്കും അമ്മയൊന്നും വെച്ചിരിക്കുന്നൊന്നും കാണുന്നില്ല, എല്ലാം മാറ്റിയെന്ന് തോന്നാണ്. ഈ റൂമിന് എന്തൊക്കെയോ ഒരു മാറ്റം. ഞാൻ ഇന്ന് നേരത്തെ വന്നപ്പോ ഇങ്ങനെ അല്ലായിരുന്നത്. അവിടെ 2 വാച്ചും ഉണ്ടായിരുന്നു, അത് എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വെച്ചിരുന്ന സംഭവം ഇത്. അലമാരിക്ക് അത് എന്തെങ്കിലും ഉണ്ട് നോക്കും. അലമാരിനകത്താണ്ട് സ്പ്രേ മാത്രമേ ഉള്ളൂ. ഇതെടുത്തോ, എന്തോ എടുക്കാനാണ് നമുക്ക്. എന്നാ വേണം ഇതെടുത്തോ, അത് മതി. വേറൊന്നും ഇവിടെ ഇല്ല. മെത്ത കൊള്ള ഈ മെത്ത എവിടുന്ന് വാങ്ങിച്ചേ? മെത്ത നല്ല രസമുണ്ട് കേട്ടോ. അല്ല പൊക്കണ്ട. അല്ല, വീട്ടിലേക്ക് മെത്ത മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊരു മെത്ത നോക്കിയോണ്ട് ഇവിടെ വന്നിരുന്നേ. അപ്പൊ ഇത് നല്ല പൊക്കവും നല്ല കുലുക്കവും ഉണ്ട്. ഈ മെത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? ഇവിടുന്ന് കുലുങ്ങിക്ക് അപ്പൊ അവിടെ കുലുക്കം അറിയാൻ പറ്റത്തില്ല. ആണില്ലേ? അങ്ങനത്തെ മെത്തയത്. വെള്ളം കുടിക്കാൻ വരാം, എപ്പ വരാം. ഞാൻ മെത്ത അല്ല, ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു ഊതിന്റെ ഒരു സ്പ്രേ മേടിച്ചിട്ടുണ്ട്. ചിലപ്പോ അതിന്റെ അത് വിയർപ്പ് വരുമ്പോഴായിരിക്കും കുറച്ചും കൂടെ സ്മെല്ല്. നന്നായിട്ട് ഊതടിക്കുന്ന ആളാണ്. അതെ, ഞാൻ അങ്ങനെ ഊതാറില്ല ആരെയും. നിനക്ക് അറിയാലോ പണ്ടേ. പിന്നെ നിന്റെ വാച്ചൊക്കെ ഇവിടെ പോയി? ഇവിടെ വാച്ചൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ മഴയത്ത് ആണോ? ഷെൽഫ് അങ്ങ് പൊട്ടി. അയ്യോ, അവിടെ ഭയങ്കര വൃത്തികേടായി. സാരി കഴിഞ്ഞ തവണ ആരണ്ട് വന്ന് മറ്റേ പഴയ സാരി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആ സാരി എല്ലാവർക്കും കൊടുത്തു. ഒന്നുമില്ല ഇപ്പൊ ഇവിടെ, ആയതുകൊണ്ട് മേടിക്കണം. അതാ റൂം ഭയങ്കര വൃത്തി. അതാ കൊറേ ഷർട്ടൊക്കെ ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു. അല്ല അങ്ങനെയില്ല. അല്ല, ഇവന് കുറെ നല്ല ഷർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഷർട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ്. ആണോ? അങ്ങനെയാണല്ലോ. ശ്രീകുട്ടൻ എന്തിനാ അമ്മ ഷർട്ട്? അവനിപ്പോ ഓരോന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടല്ലോ, അടിപൊളി ഷർട്ടുകളൊക്കെ ഇട്ടേക്കുന്നത്. ആണോ? ബാക്കിയുള്ള ഷർട്ടുകളൊക്കെ എന്ത് കൊള്ളാപ്പ തിരിച്ചു കൊടുത്തോ? ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്നാ പോകാം. എന്നാ ഞങ്ങളെന്നാ ഇറങ്ങാം, പോയിട്ട് ഓണത്തിന് വരാം. ഞാനിപ്പോ പോവാ. ഓണത്തിന് ഞങ്ങൾ വരാം. ഞങ്ങൾ ഉത്രാടത്തിന്റെ എന്തെങ്കിലും വരാം. ഓണമല്ലേ? ഓണമില്ലേ? അങ്ങോട്ട് വന്നാലോ? ഞങ്ങളവിടെ കാണത്തില്ല. വീട്ടിലൊക്കെ പോയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടെ പിന്നെ നമ്മുടെ അടുത്തൊരു വീട് ഉണ്ട്, അതുകൊണ്ട് ഒന്നുമില്ല. വയറ് തെള്ളിയതാണ് വെള്ളം കുടിച്ചപ്പോ.
കയ്യേറെ എനിക്ക് ഒരു പണിയിട്ടു. ദേശീയ തലത്തിൽ നടന്ന മത്സരങ്ങളിൽ ചിട്ടയായ പരിശീലനം